അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഒരിക്കൽ ബഹുമാനപ്പെട്ട സുഹൈർ ഇബ്നു നഈമിൽ ബാനി റളിയല്ലാഹു അൻഹു മഹാനവരുടെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറയാണ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കണം, ഒരു നല്ലൊരു ഉപദേശം, ചെറിയ നിലക്ക് ഒരു നല്ലൊരു ഉപദേശം, അതെനിക്കൊന്നും ഓർമ്മയുണ്ടാവണം, എൻ്റെ മനസ്സിൽ തട്ടുന്നതാവണം, അങ്ങനെയൊരു ഉപദേശം എനിക്ക് ഉപദേശിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിനോട് ഒരു ചെറിയൊരു ഉപദേശം, ഒരു നല്ലൊരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ. വളരെ ഗൗരവമേറിയ ഒരു ഉപദേശമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, നഅം, അതെ, ഇഹ്ദിർ അൻ യഉഖുദകല്ലാഹു വഅൻത അലാ ഗഫ്ലത്തിൻ. വല്ലാത്തൊരു വാക്കാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, മോനെ, ഈ കാര്യം നീ ചിന്തിച്ചോ, എന്നാൽ നിനക്ക് മൊത്തത്തിൽ നീ നന്നാകും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല, നീ അല്ലാഹുവിൻ്റെ ശ്രദ്ധയില്ലാത്ത സമയത്ത് നിന്നെ അല്ലാഹു റൂഹ് പിടിക്കുന്നതിനെ തൊട്ട് നീ സൂക്ഷിച്ചോ, നീ ഭയപ്പെട്ടോ എന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. വല്ലാത്തൊരു ചിന്തനീയമായ വാക്കാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ രാവിലെ മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ എത്രയോ അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്നുണ്ട്, ഹറാമിയത്തിനായിട്ട് ജീവിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തമല്ലാത്ത രീതിയിൽ ജീവിക്കുന്നുണ്ട്. പ്രവർത്തിക്കുകയും കാണുകയും ചെയ്യുകയും ചിന്തിക്കുകയും ഈ രീതിയിലാണ് പലപ്പോഴും നമ്മുടെ ജീവിതം നടന്നു പോകുന്നത്. ആ സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് റബ്ബ് നമ്മുടെ റൂഹ് പൊടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്ക്. അവസാനത്തെ സമയം അത് നല്ല രീതിയിലാകണം, അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിലാകണം, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിലാകണം. അതേ നമ്മുടെ അവസാനത്തെ സമയം അവൻ പൊരുത്തപ്പെടാത്ത, അവൻ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഹറാമിയത്ത് കാണുന്ന സമയത്തോ, ഏതെങ്കിലും ഹറാമിയത്ത് ചെയ്യുന്ന സമയത്തോ, ഹറാമിയത്തുമായി ഇടപെടുന്ന സമയത്തോ ആയാൽ എന്തൊരവസ്ഥയായിരിക്കും? ഒരാൾ നല്ലവൻ, ഒരാൾ വിജയിച്ചവൻ, ഒരാൾ പരാജയപ്പെട്ടവൻ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എപ്പോഴാണ്? വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അവസാനത്തെ സമയം ഏത് രീതിയിലായി എന്ന് നോക്കുമ്പോഴാണ്. ഇതുവരെ അവൻ നിസ്കരിച്ചു, ഇതുവരെ അവൻ ഇബാദത്ത് ചെയ്തു, അതൊന്നുമല്ല. അവസാനത്തെ സമയത്ത് അത് ഹറാമിയത്തിലൂടെ ആയിപ്പോയാൽ, അല്ലാഹു പൊരുത്തപ്പെടാത്ത രീതിയിലായാൽ, ഒരു ഷഹാദത്ത് കലിമ ചെല്ലാനുള്ള തൗഫീക്ക് കിട്ടാത്തൊരവസ്ഥയിലായിപ്പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, മോനെ, നീ അല്ലാഹുവിൻ്റെ ശ്രദ്ധയില്ലാത്ത സമയത്ത് നിന്നെ അല്ലാഹു റൂഹ് പിടിക്കുന്നതിനെ തൊട്ട് നീ സൂക്ഷിച്ചോ, നീ അതിനെക്കുറിച്ച് നീ ജാഗ്രത ഉള്ളവനായിരിക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എല്ലാ സമയവും അത് അല്ലാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ ആവാൻ വേണ്ടി നാം ശ്രമിക്കണം. എല്ലാ സമയത്തും നിസ്കരിച്ചു കൊണ്ടിരിക്കുക എന്നല്ല, എല്ലാ സമയത്തും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക എന്നല്ല. പക്ഷേ നാം ജോലി ചെയ്യുന്നവരാണെങ്കിലും, നാം എന്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ ഇഷ്ടം ഏത് സമയത്തും ഞാൻ എങ്ങനെ ഉണ്ടാകുമ്പോൾ റബ്ബ് പിടിച്ചാലും അത് ഞാൻ തയ്യാറാണ് എന്ന രീതിയിലായിരിക്കണം ഒരു മോമിനിൻ്റെ ജീവിതം. ഏത് സമയത്ത് അസ്റാഹിൽ വന്നാലും സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാൻ തയ്യാറുള്ള മനസ്സോടുകൂടെ, തയ്യാറുള്ള പ്രവൃത്തിയോടുകൂടെ, തയ്യാറുള്ള ജീവിതത്തോടുകൂടി ആയിരിക്കണം നമ്മുടെ ജീവിതം. എന്തെങ്കിലും ഒരു ഹറാമിയത്തിൻ്റെ സമയത്ത് ആയിപ്പോയാൽ അത് വല്ലാത്തൊരു ദുഃഖമാണ്, വല്ലാത്തൊരു പ്രയാസമാണ്, വല്ലാത്തൊരു പരാജയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.